ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും വയനാട് മെഡിക്കൽ കോളേജും വയനാട് ഒരു ജില്ലേന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടത് ഒരുപോലെ തന്നെ ഫെസിലിറ്റീസ് വേണം. ഇവിടെ എന്തുകൊണ്ടാണ് ഫെസിലിറ്റീസ് ഇല്ലാത്ത? എന്തിനാ അവിടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടേക്കുന്നത്? എന്തിനാ? അത് മെഡിക്കൽ കോളേജാണ്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പോലും അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ അവിടെ നഷ്ടപ്പെടില്ല. ഇന്ന് എന്റെ അച്ഛന്റെ മാത്രമല്ലല്ലോ, എത്ര പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാനത്തെ ഒന്നുമല്ലല്ലോ, ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്. ചികിത്സ മര്യാദയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്ന് ഈ ലോകം വിട്ടു. കൂട്ടുകാരനെയും സഹപ്രവർത്തകനെയും ജ്യേഷ്ഠനെയും ഒക്കെ നഷ്ടമായതിൽ നാട്ടുകാരുടെ രോഷം മണിക്കൂറുകളോളം കണ്ടു. ഒടുവിൽ വൈകിട്ടോടെ പോൾ സ്വന്തം വീട്ടിലെത്തി. മകൾ സോനയും ഭാര്യയും വിങ്ങിപ്പൊട്ടി. പ്രിയപ്പെട്ടവനെ അവസാന നോക്ക് കാണാൻ അവരെല്ലാം എത്തി. കുടുംബത്തിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. ഇന്ന് നീയെങ്കിൽ നാളെ ഞങ്ങൾ എന്ന ആശങ്ക എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ ആളാണ് മരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ ആള്. എന്നിട്ടും ഇതുപോലെ തണുത്ത ഒരു നയം കേരളത്തിൽ വയനാടൻ ജനതയോട് പുച്ഛമാണെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക്. ഇതിപ്പോ നാളെ എന്റെയും നിങ്ങളുടെ ഈ ജനങ്ങളുടെ ഒക്കെ വീട്ടിൽ വന്നുകൂടാന്നുണ്ടോ? ജില്ലാ കളക്ടറുടെ വസതിയിലേക്ക് ഞങ്ങൾ സമരം നടത്തി. അവിടെ ആളില്ല, അവര് ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുക. ഇവിടെ ഇങ്ങനെ സംഭവം നടക്കുമ്പോ പിള്ളേരെയൊക്കെ എന്ത് തരത്തിലാണ് ഞങ്ങൾ സ്കൂളിൽ വിടുന്നത്? സ്കൂളിന്റെ അവിടെയൊക്കെ കടുവയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം കണ്ട മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകത്തുള്ളൂ. ഇത്രയും പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഈ കടുവേനെ ഒന്ന് പിടിക്കാനായിട്ട് ഇവിടെ ആരും തയ്യാറാകുന്നില്ല. വടാനകപാൽ ഭാഗത്ത് കടുവ വന്നിട്ട് ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അതിനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ കാടും നാടും വേറെ തിരിച്ചെടുത്തിരിക്കണം. കൂലിപ്പണിക്കാർക്ക് പണിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. പറമ്പി പേടിച്ചിട്ട് ഇതിനൊരു തീരുമാന നടപടി എടുക്കണം. വീട്ടിലെ അന്ത്യകർമ്മങ്ങളും പ്രാർത്ഥനയും എല്ലാം പൂർത്തിയാക്കി സെന്റ് ജോർജ് പള്ളിയിലേക്ക് വൈകിട്ടോടെ സംസ്കരിച്ചു. വയനാടിനെ മാത്രമല്ല, കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തി പോൾ മടങ്ങി. മാതൃഭൂമി ന്യൂസ്, വയനാട്.